കുറ്റകൃത്യങ്ങളുടെ സംഖ്യ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിവരുന്ന സാഹചര്യത്തിൽ കുറ്റം തെളിയിക്കുന്നതിന് ചില ആധുനിക മാർഗങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കാറുണ്ട്. പണ്ടത്തെ കാലത്തെ മൂന്നാം മുറ ഉപയോഗിച്ചുള്ള ചോദ്യം ചെയ്യലിൽ നിന്നും വ്യത്യസ്തമായി ആധുനിക കാലത്ത് ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലാണ് നുണപരിശോധന എന്ന പോളിഗ്രാഫ് ടെസ്റ്റ്, ബ്രെയിൻ ഫിംഗർ പ്രിന്റിംഗ്, നാർക്കോ അനാലിസിസ് തുടങ്ങിയവ. ഈ മാർഗങ്ങളെപ്പറ്റി നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നുണപരിശോധന അല്ലെങ്കിൽ പോളിഗ്രാഫ് ടെസ്റ്റ് മനഃപൂർവ്വം കള്ളം പറയുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആദ്യമായി നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയും അതുവഴി ബ്ലഡ് പ്രഷറും പൾസും കൂടുകയും ചെയ്യുന്നു. കൂടാതെ ശ്വസനത്തിൻ്റെ അളവിനും മാറ്റം വരുന്നു. പെട്ടെന്ന് വിയർക്കുന്നതിനാൽ ത്വക്കിലെ വൈദ്യുതി പ്രതിരോധത്തിനും മാറ്റമുണ്ടാകുന്നു. ഈ ശാരീരിക പ്രവർത്തനങ്ങളെ പലതരം സെൻസറുകൾ വെച്ച് അളന്ന് ഗ്രാഫുകൾ പോലെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ലൈ ഡിറ്റക്ടർ അല്ലെങ്കിൽ പോളിഗ്രാഫ് മെഷീൻ. പണ്ടത്തെ കാലത്തെ പോളിഗ്രാഫ് ടെസ്റ്റുകളിൽ ബി.പി, പൾസ്, നാഡീസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയുടെ വിവരങ്ങൾ അനലോഗായി ഒരു കടലാസിലായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ സിഗ്നലുകൾ ഡിജിറ്റൽ രൂപത്തിലാക്കി ഒരു സ്ക്രീനിൽ നേരിട്ട് കാണാൻ സാധിക്കുന്നു. കുറ്റാരോപിതന്റെ കൈകളിൽ ബി.പി അപ്പാരറ്റസ് മെഷീന്റെ പോലത്തെ ഒരു കഫ് കെട്ടുന്നു. നെഞ്ചിലും വയറിലും ഇ.സി.ജി ഉപകരണത്തിന്റെ പോലെ ന്യൂമോഗ്രാഫുകൾ ഘടിപ്പിക്കുന്നു. ചൂണ്ടുവിരലിലും നടുവിരലിലും ഓക്സിജൻ ലെവൽ നോക്കുന്നത് പോലെ ഓരോ ഇലക്ട്രോഡുകളും ഘടിപ്പിക്കുന്നു. കൈകളിൽ കെട്ടുന്ന കഫിൽ നിന്നും ബി.പി, പൾസ് തുടങ്ങിയ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. നെഞ്ചിലും വയറിലും ഘടിപ്പിക്കുന്ന ന്യൂമോഗ്രാഫുകളിൽ നിന്നും ശ്വാസോച്ഛ്വാസം, നെഞ്ചിടിപ്പ് എന്നിവ രേഖപ്പെടുത്തുന്നു. വിരലിൽ ഘടിപ്പിച്ച ഇലക്ട്രോഡിൽ നിന്നും ത്വക്കിൻ്റെ വൈദ്യുതി പ്രതിരോധം രേഖപ്പെടുത്തുന്നു. ഇതുകൂടാതെ കള്ളം പറയുമ്പോൾ ഉണ്ടാകുന്ന പേശീചലനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ഇരിപ്പിടത്തിൽ വിവിധതരം സെൻസറുകളും ഘടിപ്പിച്ചിരിക്കും. ഈ പരിശോധന നടത്തുന്നത് പോളിഗ്രാഫ് പരിശോധനയിൽ പ്രത്യേക പരിശീലനം കിട്ടിയ ആളുകളാണ്. ഈ പരിശോധനാവേളയിൽ പോലീസിൻ്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും സാമീപ്യം പോലും പാടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾ പോളിഗ്രാഫ് പരിശോധന നടത്തുന്നയാൾ കുറ്റാരോപിതനോട് ചോദിക്കുന്നു. കുറ്റകൃത്യവുമായി ബന്ധമുണ്ടെങ്കിൽ അയാൾ മനഃപൂർവ്വം കള്ളം പറയുന്നു. ആ സമയങ്ങളിൽ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ പോളിഗ്രാഫ് മെഷീൻ രേഖപ്പെടുത്തുന്നു. സാധാരണ ശ്വസനം 1 മിനിറ്റിൽ 12 മുതൽ 18 എണ്ണം വരെയാണ്. മനഃപൂർവ്വം കള്ളം പറയുമ്പോൾ ഇതിന് മാറ്റം സംഭവിക്കുന്നു. ശ്വാസത്തിൻ്റെ ഗതി കൂടിയും കുറഞ്ഞുമിരിക്കും. ചിലപ്പോൾ കള്ളം പറയുമ്പോൾ ഏതാനും സെക്കൻഡുകൾ ശ്വസനം നിലച്ചുപോയെന്നും വരാം. കൂടാതെ ധാരാളം വിയർക്കുകയും ബ്ലഡ് പ്രഷറിനും പൾസിനും ഏറ്റക്കുറച്ചിലുണ്ടാവുകയും ചെയ്യുന്നു. കുറ്റാരോപിതൻ ചെറുതായി അസ്വസ്ഥനാവുകയും ചെയ്യുന്നു. ഈ മാറ്റങ്ങളെല്ലാം പോളിഗ്രാഫ് മെഷീൻ സ്ക്രീനിൽ കാണിക്കുന്നു. എന്നാൽ നുണപരിശോധനയ്ക്കുള്ള ഒരു പോരായ്മ എന്നത് തീർത്തും അക്ഷോഭ്യനായി ശാന്തമായി പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയനായാൽ ശാരീരികമായ ഈ മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഈ മെഷീന് കഴിയില്ല. അതിനാൽ എല്ലാവരിലും ഈ ടെസ്റ്റ് കൊണ്ട് ഗുണമുണ്ടാകുന്നില്ല. ബ്രെയിൻ ഫിംഗർ പ്രിന്റിംഗ് അല്ലെങ്കിൽ ബ്രെയിൻ മാപ്പിംഗ്. ഈ പരിശോധന നുണപരിശോധന അല്ലെങ്കിൽ പോളിഗ്രാഫ് പരിശോധനയേക്കാൾ ഗുണം ചെയ്യുന്നതാണ്. ചിലപ്പോൾ 100% കൃത്യതയുണ്ടാവാറുണ്ട്. ഇതിലെ രീതി എന്നത് നുണപരിശോധനയിലെ ചോദ്യങ്ങൾക്ക് പകരമായി ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്തിൻ്റെയും അതിനോട് ബന്ധപ്പെട്ട വീഡിയോകളും ഫോട്ടോകളും ഒരു സ്ക്രീനിലൂടെ കുറ്റാരോപിതനെ കാണിക്കുന്നു. ഇത് കാണുന്ന ഒരാൾക്ക് കുറ്റകൃത്യവുമായി ബന്ധമുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരംഗം തലച്ചോറിൽ രൂപപ്പെടുന്നു. ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഈ തരംഗങ്ങൾ അനലൈസ് ചെയ്ത് കാര്യങ്ങൾ കണ്ടെത്തുന്നു. തലച്ചോറിൻ്റെ അവബോധത്തെ ആസ്പദമാക്കിയാണ് ബ്രെയിൻ ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് നടത്തുന്നത്. കാരണം ഒരു കുറ്റകൃത്യത്തിൻ്റെ രൂപരേഖ നടത്തുന്നത് തലച്ചോറിലാണ്. ആ കുറ്റകൃത്യത്തിൻ്റെ തന്നെ വീഡിയോയും ഫോട്ടോയും കാണുമ്പോൾ അത് ചെയ്ത കാര്യങ്ങളുടെ ഓർമ്മകൾ തലച്ചോറിൽ വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോഴുണ്ടാകുന്ന തരംഗം രേഖപ്പെടുത്തി കാര്യങ്ങൾ കണ്ടെത്തുന്നു. കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട വസ്തുക്കൾ എന്നിവയുടെ വിഷ്വൽസും സ്റ്റിൽസും അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം ശേഖരിക്കുന്നു. അതിനുശേഷം കുറ്റാരോപിതൻ്റെ തലയിൽ ഇലക്ട്രോഡുകൾ എന്ന സെൻസറിംഗ് ഉപകരണം ഘടിപ്പിച്ചതിന് ശേഷം ഒരു ഇലക്ട്രോ എൻകെഫാലോഗ്രാഫ് മെഷീനുമായി ഈ ഇലക്ട്രോഡിനെ ബന്ധിപ്പിക്കുന്നു. ബ്രെയിൻ ഫിംഗർ പ്രിന്റ് നടത്തുന്നയാൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ച കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും ഇയാളെ കാണിക്കുന്നു. ഇത് കാണുന്നയാളിന് കുറ്റകൃത്യവുമായി ബന്ധമുണ്ടെങ്കിൽ തലച്ചോറുകളിൽ ഒരു പ്രത്യേകതരം തരംഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു.
ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ എന്നീ രീതിയിൽ തലച്ചോറിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ തരംഗങ്ങളെ മെർമർ എന്ന് വിളിക്കുന്നു. ഈ തരംഗങ്ങളെ ഇഇജി ആംപ്ലിഫയറും കമ്പ്യൂട്ടറും ഉപയോഗിച്ച് തരംഗത്തിൻ്റെ സ്വഭാവം, ദൈർഘ്യം തുടങ്ങിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. കുറ്റകൃത്യവുമായി ബന്ധമുണ്ടെങ്കിൽ മെർമർ തരംഗങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നു. അത് അനലൈസ് ചെയ്ത് ഇയാൾക്ക് കുറ്റകൃത്യത്തിലുള്ള പങ്ക് കണ്ടുപിടിക്കുന്നു. മറ്റുള്ള മാർഗങ്ങളെക്കാൾ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ബ്രെയിൻ ഫിംഗർ പ്രിൻറ്റിംഗ്. നാർക്കോ അനാലിസിസ്. മനഃശാസ്ത്രജ്ഞർ ചികിത്സയുടെ ഭാഗമായി രോഗികളെ ഹിപ്നോട്ടിക് നിദ്രയിലാക്കാറുണ്ട്. ഈ നിദ്രാവസ്ഥയിൽ രോഗിയുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങൾ രോഗികൾ തുറന്നു പറയുന്നു. ഹിപ്നോട്ടൈസ് ചെയ്യാൻ ചില മരുന്നുകളും രോഗിക്ക് നൽകാറുണ്ട്. ഇതിൻ്റെ ഒരു പുതിയ ആവിഷ്കാരമാണ് നാർക്കോ അനാലിസിസ്. ആദ്യമായി കുറ്റാരോപിതന് പെൻറ്റോത്താൽ സോഡിയം അല്ലെങ്കിൽ തിയോപെൻറ്റാൽ സോഡിയം എന്ന മരുന്ന് നിശ്ചിത അളവിൽ നൽകുന്നു. മരുന്നിൻ്റെ പ്രവർത്തനം മൂലം കുറ്റാരോപിതൻ ബോധത്തിനും അബോധത്തിനും ഇടയ്ക്കുള്ള ഒരവസ്ഥയിലാവുന്നു. ഈ അവസ്ഥയിൽ മനസ്സിൻ്റെ പ്രതിരോധം നഷ്ടപ്പെടുകയും അയാൾ നടന്ന കാര്യങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. എന്നാൽ ആദ്യം കുറ്റാരോപിതന് നൽകുന്ന പെൻറ്റോത്താൽ സോഡിയം ഒരു ശക്തിയുള്ള മയക്കുമരുന്നായതിനാൽ അതിൻ്റെ ലഹരിയിൽ കുറ്റാരോപിതൻ പരസ്പര ബന്ധമില്ലാത്ത പ്രസ്താവനകൾ നടത്തുകയും ചെയ്യാറുണ്ട്. ബാർബിറ്റുറേറ്റുകൾ എന്ന മയക്കുമരുന്നിൻ്റെ വിഭാഗത്തിൽപ്പെട്ട പെൻറ്റോത്താൽ സോഡിയം അല്ലെങ്കിൽ തിയോപെൻറ്റാൽ സോഡിയം എന്ന മരുന്നുകൾക്ക് ഏകദേശം 15 മിനിറ്റോളം മാത്രമേ ആരോഗ്യമുള്ള ഒരാളെ അബോധാവസ്ഥയിലാക്കാൻ കഴിയൂ. ഈ സമയത്തിനുള്ളിൽ എല്ലാ വിവരങ്ങളും ചോദിച്ചറിയേണ്ടതുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരം ഏത് പരിശോധനകൾക്കും വിധേയനാവുന്ന വ്യക്തിയുടെ പരിപൂർണമായ സമ്മതമില്ലാതെ ഈ പരിശോധനകൾ ഒന്നും നടത്തുവാൻ പാടുള്ളതല്ല. പിന്നെ അസാമാന്യ വിൽ പവർ ഉള്ള ഒരാൾക്ക് ഈ പറഞ്ഞ ഏത് പരിശോധനകളെയും അതിജീവിക്കാൻ കഴിയുന്നതാണ്. അതിനാൽ ഇതിൻ്റെ ഫലസിദ്ധി എന്നത് ഒരിക്കലും പൂർണ്ണമല്ല. പിന്നെ ചില രോഗാവസ്ഥയിലുള്ളവർക്ക് ഈ പരിശോധനാ ഫലങ്ങൾ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഒരു കോടതിയും ഈ പരിശോധനാ ഫലങ്ങളെ ഒരു തെളിവായി സ്വീകരിക്കുന്നില്ല. പിന്നെ ഈ പരിശോധനകളുടെ ഗുണം എന്നത് പരിശോധനാ വേളയിൽ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ കേന്ദ്രീകരിച്ച് കേസന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നത് മാത്രമാണ്. മാത്രമല്ല, വളരെ കുറച്ചുപേർ ഒഴികെ ബാക്കിയുള്ളവരിൽ നിന്നും യഥാർത്ഥ കുറ്റസമ്മതം കിട്ടുകയും അതുവഴി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ കേസ് അന്വേഷിച്ച് ബാക്കി തെളിവുകൾ കണ്ടെത്താനും സാധിക്കും എന്ന മെച്ചവും ഈ പരിശോധനകൾക്കുണ്ട്.